സോ ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ ടെക് വിത്ത് ജയ് എന്ന് പറഞ്ഞ സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡ്. സോ എല്ലാവർക്കും വെൽക്കം. വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ആൻഡ് നമ്മളിവിടെ ഇൻഫർമേഷൻസ് അതിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ടെക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഷെയർ ആൻഡ് ഗെയിൻ എന്നൊരു പരിപാടിയാണ് നോക്കുന്നത്. സോ ലെറ്റ്സ് ബാക്ക് ടു ദ വീഡിയോ. സോ ഫസ്റ്റ് ന്യൂസ് വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്, വിച്ച് ഈസ് കോക്രോച്ച് ജനതാ പാർട്ടി. എല്ലാവരും കേട്ടാണെന്ന് വിചാരിക്കുമ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുന്നത്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അത് ഈ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിനെ കോക്രോച്ചസ് എന്ന് വിളിച്ചു. അതായത് സംഭവം ഭയങ്കരമായിട്ട് പ്രശ്നമായി. ഇപ്പോൾ ഒരു പാർട്ടി എന്ന പോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 17 മില്യൺ. ഞാൻ വീഡിയോ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 4 മില്യൺ ഉണ്ടെന്നുള്ളത്. അത് ഇന്നലെ ഇന്നത്തേക്ക് അത് 17 മില്യൺ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ ആയിട്ട് പോകുന്നുണ്ട്. കുറച്ച് പ്രൊട്ടസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഏതൊരു VIP കോൺവേ ഒക്കെ ഇവന്മാർ പിടിച്ചിട്ടു എന്നൊക്കെ പറക്കി വീഡിയോസ് പറ്റും. അതായത് ഇപ്പോൾ അറിയാലോ, ഒരു VIP കോൺവേ ഒക്കെ പോകുമ്പോൾ ഈ പബ്ലിക്കിനെ ഈ കുറച്ച് നേരം നിർത്തൂലോ, റോഡ് ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 50 ഡിഗ്രി ചൂടിൽ ഈ ഉച്ചയ്ക്ക് കുറച്ച് നേരം 1 മണിക്കൂർ അങ്ങോട്ട് പിടിച്ചിട്ടു. ഇത്ര 1 മണിക്കൂർ 1/2 മണിക്കൂർ അങ്ങോട്ട് പിടിച്ചിട്ടു എളുപ്പമാണോ? അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതുകൂടിയപ്പോൾ ഇവർ റോഡിലിറങ്ങി പ്രതിഷേധിക്കുക, കോൺവേ ഇവർ ബ്ലോക്ക് ചെയ്തു. അങ്ങനെ ആയിട്ട് വീഡിയോ വരുന്നത് എനിക്കറിയില്ല അത് എത്ര ലെജിറ്റാന്ന് അറിഞ്ഞൂടാ. സോ പിന്നെ ഈ കാര്യങ്ങളൊക്കെ ക്ലിപ്സ് ഞാൻ കൊടുക്കാം. പിന്നെ ഇതിനെക്കുറിച്ച് നമ്മളധികം സംസാരിക്കില്ല, കാരണം പൊളിറ്റിക്സ് എനിക്ക് ഇതിനെക്കുറിച്ച് അധികം ഒന്നും അറിയത്തില്ല സംഭവം. പിന്നെ അതിൻ്റെ മറ്റേ അഡ്മിനോ ആം ആദ്മി പാർട്ടിയോ അങ്ങനത്തെ ഒരു പാർട്ടിയുടെ മുന്നേ ഒരു മെമ്പറാണെന്നൊക്കെ പറയുന്നുണ്ട്. പുതിയ അതുപോലെ തന്നെ ഇത് നേപ്പാളിലെ പോലെ ഒരു മൂവ്മെന്റ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അറിയില്ല അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കാര്യമായിട്ട് അറിഞ്ഞൂടാ. സോ അതാണ് സംഭവം. നെക്സ്റ്റ് ന്യൂസ്, റുപ്പിയുടെ വാല്യൂ ഭയങ്കരമായിട്ട് ഇടിഞ്ഞു. $1 കിട്ടണമെങ്കിൽ ഏകദേശം 96-97 രൂപയായി. കഴിഞ്ഞ ഏപ്രിൽ ഏകദേശം ഈ 2028 ആ ഒരു ടൈമിൽ എത്ര 94 രൂപയാണ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ചെയ്തിരുന്ന ടൈമിൽ ഏകദേശം 96.80 സംതിങ് ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര വലിയ കാര്യം കേട്ടോ. ഇത് പറയാത്തവർക്ക് മേ ബി കേൾക്കുമ്പോൾ 2 രൂപ 3 രൂപ അല്ലെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല, ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് തന്നെ അത് എഫക്ട് ചെയ്യാൻ തുടങ്ങും, വിച്ച് ഈസ് വെരി ബാഡ്. ഇപ്പം തന്നെ പാലിന് എത്രയാ 4 രൂപ അങ്ങോട്ട് കൂടിയില്ല. അത് കാരണം ഇന്ന് കോഫി ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് മെല്ലെ കയറി വരും. സോ റുപ്പിയുടെ അതായത് ഇതുവരെ വന്നതിന് വെച്ചിട്ട് ഏറ്റവും ഹയസ്റ്റ് റെക്കോർഡാണ്. ഇതുവരെ ഇത്രയ്ക്കും പോയിട്ടില്ല. ഏകദേശം 96 സംതിങ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് അത്രേ ഉള്ളൂ. പിന്നെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, അതായത് മറ്റേ ഗോൾഡ് വാങ്ങാൻ പാടില്ല അങ്ങനെയൊക്കെ. പക്ഷെ അതൊന്നും നടക്കില്ല. ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്യാണത്തിന് 19 പവൻ കാണിച്ചേ പറ്റും. ഇപ്പോഴാണ് കുറച്ചൊന്നും മാറി തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ ജെൻസി വന്ന പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറയുന്നുണ്ട്. ബ്ലിങ്കറ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ബ്ലിങ്കറ്റ് സൊമാറ്റോനെ ഓവർടേക്ക് ചെയ്തു. സൊമാറ്റോയ്ക്ക് ഏകദേശം 3000 കോടി സംതിങ്ങാണ് റവന്യൂ വന്നത്. ബ്ലിങ്കറ്റിന് 13,000 കോടി. ലൈക്ക് മറ്റേ 10 മിനിറ്റിനുള്ളിൽ എത്തും ആ സംഭവം നൈസ്. അപ്പോൾ സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് കുറച്ചാണ്ടായിട്ടുള്ളൂ. സൊമാറ്റോനായിട്ട് ബ്ലിങ്കറ്റിനായിട്ട് മുന്നേ ഉണ്ടാകും സൊമാറ്റോ. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവരും സൊമാറ്റോനെക്കാട്ടിയും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സ്വിഗ്ഗിയാണെന്ന്. പിന്നെ ഇൻസ്റ്റാമാർട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഇത് കുറച്ചുകൂടി എല്ലാവരും ഞാൻ പ്രിഫർ ചെയ്യുന്നത് സ്വിഗ്ഗിയാണ്. സ്വിഗ്ഗി ഓക്കെ ആണ്. നിങ്ങളതാ നോക്കാറുണ്ടോ? പിന്നെ അതുപോലെ തന്നെ ഈ ബ്ലിങ്കറ്റ് പോലെ തന്നെ ഫ്ലിപ്കാർട്ട് മിനിറ്റ്സ് അങ്ങനെ കുറച്ചുണ്ട്. അതുപോലെ കുറച്ചുണ്ട്. അതിൽ ഏതാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? ഫ്ലിപ്കാർട്ട് മിനിറ്റ്സിൽ കുറച്ചുകൂടി പൈസ കുറവാണെന്ന് തോന്നുന്നു. 10 രൂപ കൊണ്ട് കുറവുണ്ടെന്ന് തോന്നുന്നു. അതിന് 2 ദിവസം മുന്നേ ഒരു ഇവന്റ് ഉണ്ടായി. ഗൂഗിൾ ഇങ്ങനെ കംബാക്ക് അടിച്ചിരിക്കുന്നു. അതായത് ChatGPT അതുപോലെ ക്ലോഡൊക്കെ വന്നപ്പോൾ ഗൂഗിളിന്റെ ജെമിനൈ ആർക്കും വേണ്ടാത്ത അവസ്ഥയായി. അതുപോലെ ഗൂഗിളിലെ സെർച്ച് ബാർ സെർച്ചിങ് തന്നെ ആർക്കും താല്പര്യമില്ല ഉണ്ടായി. അപ്പോൾ ഗൂഗിൾ അങ്ങനെ കംബാക്ക് അടിച്ചിരുന്നു. ഗൂഗിൾ പുതിയൊരു സംഭവം കൊടുത്തിട്ടുണ്ട്, അതായത് ഗൂഗിൾ ഒമ്നി. അതിൽ നല്ല വീഡിയോ ജനറേഷൻ ചെയ്യാം. ഫസ്റ്റ് VO3 ആയിരുന്നു, അതായിരിക്കും വേണ്ട. ഡാൻസ് ഒക്കെ വന്നപ്പോൾ പിന്നെ ആദ്യമൊക്കെ നോക്കാറില്ല. ബൈബൻ്റെ ആണ് ഡാൻസ് 2.0. പിന്നെ സിനിമാറ്റിക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് 2.0 3.0 ഉണ്ട്. അത് നല്ല അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞാണ് ഈ ഡാൻസ് വന്നത്. ഡാൻസ് എന്ന് പറഞ്ഞാൽ കിട്ടില്ലായിരുന്നു മറ്റേ വീഡിയോസൊക്കെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ VO3 ആർക്കും വേണ്ടെന്ന് നിൽക്കണതാണ് ഒമ്നി വന്നത്, വിച്ച് ഈസ് വീഡിയോ ജനറേഷൻ നൈസ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു AI അസിസ്റ്റന്റ്, അതുപോലെ ഡെയിലി AI അസിസ്റ്റന്റ്, അത് നൈസ് ആയിട്ടുണ്ട്. അതിൻ്റെ അതുപോലെ തന്നെ ഗൂഗിൾ സാംസങ് ആയിട്ട് കൊളാബ് ചെയ്തിട്ട് AI സ്മാർട്ട് ഗ്ലാസസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് മെറ്റയുടെ റൈബൺ പോലെ തന്നെ വീണ്ടും AI റൈബൺ, അതായത് AI സ്മാർട്ട് ഗ്ലാസ്സിലേക്ക് എല്ലാവരും മൂവിയാണെന്ന് തോന്നുന്നു. എന്താണോ മറ്റേ ഒരു വട്ടം ഇതിലേക്ക് നിന്നിട്ട് ലാസ്റ്റ് വേണ്ടി തിരിച്ചു വന്നതാണ്, വീണ്ടും AI എന്ന രീതിക്ക് വന്നതാണ്. സോ അറിയത്തില്ല എന്താവുന്നു. മാർക്കറ്റ് ചിലപ്പോൾ വീണ്ടും വരും തോന്നുന്നു. അതിന് മറ്റേ
ആപ്പിളിന് എന്തുകൊണ്ടായിരുന്നല്ലോ വിഷൻ പ്രോ സംതിങ് ഞങ്ങൾ പറഞ്ഞിട്ട് അത് പിന്നെ നിർത്തിയില്ലോ അതിൻ്റെ പ്രൊഡക്ഷൻ എന്തോ അധികം മാർക്കറ്റിലാണെന്നോട് പറഞ്ഞിട്ട് എനിക്കറിയില്ല. സോ അതാണ് ന്യൂസ്. ആൻഡ് ഗൂഗിൾ അങ്ങനെ കമ്പാക്ക് അടിക്കുന്നു. ഗൂഗിളിൻ്റെ വന്ന് കുറച്ചുണ്ട്, ഞാനതൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. സോ സമയം കിട്ടുന്ന ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി എ സെക്ടറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ആൻഡ്രോപ്പിക് ഭയങ്കരമായിട്ട് ഒരു ഡൊമിനേറ്റിംഗ് കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോപ്പിക്കിൻ്റെ പരിപാടികൾ ഭയങ്കരമായിട്ട് പ്രശ്നമാക്കുന്നുണ്ട്. കുറച്ച് സീരിയസ് ലെവൽ ത്രെട്ട് തരുന്നുണ്ട്. അതായത് ഈ എ ഹാക്കേഴ്സ് ലൈക്ക് ഇപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ലൂപ്പ് ഹോൾസ് ഒക്കെ വെച്ചിട്ടാണല്ലോ ഹാക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഈ സോഫ്റ്റ്വെയറിൻ്റെ ലൂപ്പ് ഹോൾസ് ഒക്കെ തപ്പിയിട്ട് AI വെച്ചിട്ട് നോക്കിയിട്ട് എന്നിട്ട് ഹാക്ക് ചെയ്യുന്നു. ലൈക്ക് എന്നെ AI ഹാക്കേഴ്സ് എന്ന് വിളിക്കും. സോ അത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. അതുപോലെ തന്നെ പക്ഷെ അത് പ്രശ്നം മാത്രമല്ല, അതൊരു അടുത്തൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഈ AI വെച്ചിട്ട് ഈ സൈബർ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണത് രീതിയിൽ കുറച്ച് കമ്പനീസ് ഒക്കെ വന്നിട്ടുണ്ടായി. എന്നിട്ട് സൈബർ സാധനം തോന്നിട്ട് ഒരു കമ്പനി അവിടെ കൊടുക്കാം. അവന് ഏകദേശം എത്രയാ $1 billion അടിക്കാൻ അങ്ങോട്ട് ഒരു അതിൻ്റെ CEO ആണോ അതോ ഫൗണ്ടർ ആണോ അതോ കമ്പനിയാണോ പറഞ്ഞൂടാ. ഏകദേശം വാല്യുവേഷൻ വന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഗ്രേറ്റ്. ഇങ്ങനെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. സോ എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക സംഭവങ്ങളൊക്കെ. ഇത് സംഭവം സീരിയസ് ആയിട്ട് പ്രശ്നം തന്നെയാണ്. അത് ഭയങ്കര പ്രശ്നമാണ്. അത് മാത്രമല്ല, ഇത് മാസീവായൊരു റവന്യൂ ഗ്രോത്ത് ഉണ്ടാക്കുന്നുണ്ട് ആൻഡ്രോപ്പിക്ക്. ഇനിയും ഇത് IPO ഒക്കെ വരാമെന്നൊക്കെ പറയുന്നുണ്ട്, കുറച്ചും കൂടി അവർക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കറിയത്തില്ല, IPOയുടെ കേസ് ഇങ്ങനെയാ വരും എന്നൊക്കെ പറഞ്ഞിട്ട് റൂമേഴ്സ് ഇട്ടിട്ട് ഒരു ഹൈപ്പ് കയറ്റിയിട്ട് അങ്ങനത്തെ ഒക്കെ പരിപാടിയൊക്കെയാണത്. അത്ര വലിയ സംഭവമൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, AI വന്നതോടെ കൂടി ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഗൂഗിളിൽ സെർച്ച് ബാർ എടുത്ത് കളഞ്ഞു. കുറച്ചുകൂടി AI പരമായിട്ട്, അതായത് കുറച്ചും കൂടി ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് ഒരു കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് എത്തിക്കുന്ന രീതിയിലാണ്. മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സെർച്ച് ചെയ്തതിന് ഒരു 10-15 മറ്റേ വെബ്സൈറ്റുകൾ വരും, അവിടെ കയറി നമ്മൾ അപ്പോൾ അങ്ങനത്തെ പരിപാടിയില്ലേ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അത് കാരണം തന്നെ ഇപ്പോൾ AI വന്നതോടുകൂടി തന്നെ ഈ വെബ്സൈറ്റിലേക്കുള്ളതും ബ്ലോഗ്സിലുള്ള ട്രാഫിക് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. സോ ആരും ഇതിങ്ങനെ യൂസ് ചെയ്യുന്നില്ല. സംഭവം ശരിയാണ്. മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വിക്കിപീഡിയ അങ്ങനെയുള്ള ബ്ലോഗ്സിൽ കയറിയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഓരോ ആർട്ടിക്കിളുള്ള ബ്ലോഗ്സിൽ കയറിയിട്ട് സെർച്ച് ചെയ്യല്ലേ ചെയ്യുക. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമ്മളാരും പോകാറില്ല. അതിൻ്റെ ട്രാഫിക് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. സോ അത് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ട്. പ്രശ്നം വെച്ചാൽ അങ്ങനെ അധികം ഒന്നുമില്ല, അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ അതായത് ഇപ്പോൾ മെയിനായിട്ട് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ആൻഡ്രോപ്പിക്ക്, അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ജെമിനായി, അതുപോലെ തന്നെ ഗൂഗിൾ, ആൻഡ്രോപ്പിക്ക്, പിന്നെ ഓപ്പൺ ഐയുടെ ChatGPT, അതുപോലെ തന്നെ മെയിനായിട്ട് എലോൺ മസ്കിൻ്റെ എന്തുകൊണ്ടൊരു ഗ്രോക്ക് AI. ഇവർ 3 പേരായിട്ടാണ് മെയിനായിട്ട്, അല്ല ഇവർ 4 പേരായിട്ടാണ് മെയിനായിട്ട് കോമ്പറ്റീഷൻ. വേറെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. മെയിനായിട്ട് ഇവരാണ് ഉള്ളത്. അപ്പോൾ ഇവരിലാണ് ഒരു കോമ്പറ്റീഷൻ. അതായത് ഏതായിരിക്കും വിച്ച് ഈസ് ഒരു ഡെയിലി അസിസ്റ്റൻ്റ് ആയിട്ട് മോസ്റ്റ് ആൾക്കാർ പ്രിഫർ ചെയ്യുക. ഡെഫിനറ്റ്ലി എല്ലാവരും ഒരു ഡെയിലി അസിസ്റ്റൻറ്റ് പ്രിഫർ ചെയ്യും. അതിനി എന്തായാലും വരും. കാരണം കുറച്ചുകൂടി നമുക്ക് എല്ലാവരും മാത്രം അറിയാലോ, എല്ലാവരും മോസ്റ്റ്ലി അതാണ് യൂസ് ചെയ്യും. ഞാൻ തന്നെ ഇപ്പോൾ ഏകദേശം യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ChatGPT ആണ്. ഇനി മെല്ലെ ക്ലൗഡിലേക്ക് മാറണം. കാരണം സബ്സ്ക്രിപ്ഷൻ എടുക്കണം. അപ്പോൾ എനിക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാനുള്ള ഫണ്ടില്ല. അതാണ് കുറച്ച് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തായിട്ട് സബ്സ്ക്രിപ്ഷൻ എടുക്കണം. അപ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ ഒരു ബെസ്റ്റ് ഒരു AI എക്കോസിസ്റ്റം, അതുപോലെ തന്നെ വിച്ച് ഈസ് ഒരു നല്ലൊരു എല്ലാം കൂടിയിട്ട് തരുന്ന ഒരു ഏതാണെന്നുള്ള രീതിയിലേക്ക്, അതാണ് കോമ്പറ്റീഷൻ. അത് ആര് ക്രാക്ക് ചെയ്യുന്നു അവരായിരിക്കും ലീഡായിട്ട് നിൽക്കുക. അപ്പോൾ മിക്കത് ആൻഡ്രോപ്പിക് തന്നെ ആയിരിക്കും. പിന്നെ ഗൂഗിൾ ഇപ്പോൾ വീണ്ടും ഒരു കംബാക്ക് അടിച്ചു. ഗൂഗിൾ പോയി വിചാരിച്ച സംഭവം വീണ്ടും ഇപ്പോൾ പുതിയൊരു ഇതൊക്കെ ലോഞ്ച് ചെയ്തിട്ട് കംബാക്ക് അടിച്ചിട്ടുണ്ട്. അറിയില്ല. പക്ഷെ എന്തായാലും ഇപ്പോൾ ഡൊമിനേറ്റ് ആയി നിൽക്കുന്നത് ക്ലൗഡ് തന്നെയാണ്. ക്ലൗഡ് കാരണം കുറേ പേര് പണിയിട്ടുണ്ട്, കുറേ ലേ ഓഫ്സ് ഉണ്ടാവുന്നുണ്ട്, അതൊക്കെ പറയാം. അതുപോലെ തന്നെ നമ്മുടെ മെറ്റയുടെ ഭാഗത്ത് നിന്ന് ഭയങ്കരമായിട്ട് ലേ ഓഫ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിംഗപ്പൂർ വിട്ടിട്ടാണ്. ഏകദേശം 8,000 എംപ്ലോയീസിനെ ഓൾറെഡി ഫയർ ചെയ്യാൻ നിൽക്കുകയാണ്. കാരണം ഏജൻസും മതിയെന്ന്. പിന്നെ സെക്ടറിൽ ഒരു പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് അത്രയും ആൾക്കാരെ ആവശ്യമില്ല. കാരണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 8,000 പേര് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഭവമല്ല. ഇതിപ്പോൾ മേ ബി നീയാവാം, അതിൻ്റെ ഫാദർ ആവാം, അല്ലെങ്കിൽ നിനക്ക് അറിയുന്ന റിലേറ്റീവ് ആവാം. അവരൊക്കെ പറയുന്നത് ഈ ഒരു ജോബിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് EMI അങ്ങനത്തെ കാര്യങ്ങൾ, വീടിൻ്റെ ലോൺ അങ്ങനത്തെ കുറേ എടുത്തിട്ടുണ്ടാവും. അത് പെട്ടെന്ന് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ലേ, പണി കിട്ടി. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ ഒന്നുകൂടി അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഭയങ്കരമായിട്ട് കുറച്ചും കൂടി കൂടും. അറിയില്ല. പക്ഷെ അത് മാത്രമല്ല, കുറച്ച് സ്റ്റാർട്ടപ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ സ്റ്റാർട്ടപ്പ് വന്നാൽ പോലും പഴയ പോലെ ഇപ്പോൾ ഹയറിംഗ് ഒന്നുമില്ല. കുറേ കാര്യങ്ങൾ ഏജൻസാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് AI റിസപ്ഷനിസ്റ്റോ അപ്പോൾ അതാണ് മോസ്റ്റ്ലി ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. അറിയത്തില്ല, കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, ലേബ്സുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഇടാം. അതായത് AI എഫക്റ്റ് ചെയ്യുന്ന ജോബ്സും AI എഫക്റ്റ് ചെയ്യാത്ത ജോബ്സും എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടാം. പക്ഷെ അത് ഭയങ്കര എനിക്കറിയാലോ സർക്കാസ്റ്റിക് ആവുമെന്നുണ്ട്. കാരണം അറിയാലോ കുറച്ച് ജോലികൾ എന്തായിരിക്കും AI എഫക്റ്റ് ചെയ്യാത്ത ജോലി, പ്ലംബിങ് അങ്ങനത്തെ കുറച്ച്. പക്ഷെ അങ്ങനെ അല്ലാത്ത രീതിയിൽ ഞാൻ പറയാം.
ആൻഡ് പിന്നെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് സാംസങ്ങിന്റെ ഭാഗത്താണ്. സാംസങ് ഏകദേശം 1 ട്രില്യൺ അവിടേക്ക് വാല്യൂഷൻ എത്തിയിരിക്കുകയാണ്. സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റാമിന്റെ പ്രൈസ് ഒക്കെ ഇൻക്രീസ് ആയല്ലോ. അപ്പോൾ അതും പിന്നെ കുറച്ച് ചിപ്സെറ്റ്, അതായത് പ്രൊസസ്സറൊക്കെ സെല് ചെയ്തിട്ടൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെയാണ് പറയുന്നത്. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണ്. അതായത് വന്ന പിന്നെ റാമിന് ഭയങ്കര ഡിമാൻഡായി, പ്രൈസ് ഭയങ്കരമായിട്ട് കയറി, ഭയങ്കരമായിട്ട് നല്ല കയറി. എന്നെ അതൊക്കെ നന്നായി എഫക്ട് ചെയ്തു. ഞാനൊക്കെ ഫീസ് എടുക്കുന്ന ടൈമായിരുന്നു. പക്ഷെ പിന്നെ അത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അത് കാരണം പിന്നെ എനിക്ക് തിരിച്ച് വന്ന് നോക്കിയപ്പോൾ എൻ്റെ ഒരു ബഡ്ജറ്റിനും ഞാൻ ഇട്ട ബഡ്ജറ്റിൻ്റെ സംഭവങ്ങളൊക്കെ പോയി. പിന്നെ എനിക്ക് ആ ബഡ്ജറ്റ് കിട്ടുന്നത് ഭയങ്കര ലോ എൻഡ് ഡിവൈസസ് ആണ്. അത് നടക്കില്ല എന്നുണ്ട്. പിന്നെ ഞാൻ ആ മുന്നിട്ടുണ്ടായിരുന്ന ആ മോഡ് കാശിനെങ്കിൽ അതായത് ഇവിടുന്ന് നല്ല പ്രൈസ് 50,000 രൂപയൊക്കെ എക്സ്ട്രാ കൂടിയിട്ടുണ്ട്. അത് പിന്നെ എടുത്തില്ല, പ്രൈസ് ഉണ്ടെന്നില്ല, കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കാരണം അതുപോലെ കാരണം സാംസങ് ഇപ്പോൾ ഭയങ്കരമായിട്ട് 1 ട്രില്യൺ വാല്യൂഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിയേഴ്സ് ടു സാംസങ്. സോ ഇത് അത്രയൊക്കെയാണുള്ളൂ. കാരണം ഇപ്പം എൻ്റെ ഉള്ള ന്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ന്യൂസസ് ഉണ്ട്. പക്ഷേ ഞാൻ എഴുതി വെച്ചിട്ടുള്ളതിൽ ഇത് കംപ്ലീറ്റ് ആയി. പിന്നെ എൻ്റെ അത് ഫോണിലാണ്. ചാർജ് ഇല്ല, കാലത്തോട് കറണ്ട് ഇല്ല. സോ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. സോ ന്യൂസസ് ഒക്കെ അതിലാണ് ഞാൻ എഴുതി വെച്ചത്. ബാക്കി ന്യൂസസ് ഒക്കെ അതിലാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. സോ അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ബാക്കി ന്യൂസസും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീക്ക് ഇടാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് ഫിനിഷ് ചെയ്തിട്ട് വേണം അടുത്ത് ഇനി ഇത് മേടിക്കാൻ. സോ സംഭവം അത്രേ ഉള്ളൂ. സോ ഫസ്റ്റ് ആയിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ഇൻഫർമേഷൻസ് ഷെയർ ആൻഡ് ഗെയിൻ എന്ന രീതിയാണ് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് അറിയുന്ന ഇൻഫർമേഷൻസ് കമൻറ്റ് സെക്ഷനിൽ ഇടുക. സോ അതാണ് വീഡിയോ രാത്രി ആയിരിക്കും മിക്കത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കാലത്താണ് ഷൂട്ട് ചെയ്യുന്നത്, എഡിറ്റൊക്കെ കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നത് രാത്രി ആയിരിക്കും. പിന്നെ റൈറ്റ് നൗ എനിക്ക് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ഇത്രയേ ഉള്ളൂ. കാരണം മോഡൽ ലോൺ എൻ്റെ ഇത്രയേ ഉള്ളൂ, റിസോഴ്സ് ഇത്രയേ ഉള്ളൂ. സോ ഞാൻ ഇനി വരുന്ന മെല്ലെ ഒരു 50 ആകുമ്പോൾ, ഞാൻ മുന്നേ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഇപ്പോൾ എപ്പിസോഡ് 2 ആണ്, മെല്ലെ ഒരു എപ്പിസോഡ് 50-20 ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വരുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ അതൊക്കെ ഉള്ളൂ. സോ ഇത്രയുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ ന്യൂസസും അതുപോലെ തന്നെ എനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ വൺ പീസിൻ്റെ പുതിയ ചാപ്റ്റർ വന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഞാൻ എങ്ങനെയെങ്കിലും ഇത് സ്പോയിലർ അവോയ്ഡ് ചെയ്യാൻ നിൽക്കും. പക്ഷെ എങ്ങനെയെങ്കിലും കയറി വരിക. കാരണം കുറേ കാര്യങ്ങളാണ് ഇപ്പം തന്നെ ബഫിൻ്റെ ഒക്കെ കുറേ കാര്യങ്ങളായിരുന്നു. ഞാൻ ഇപ്പം ഏകദേശം 23 എപ്പിസോഡോ ഒരു വർഷം കിട്ടണമല്ലോ. അപ്പോൾ 13 എപ്പിസോഡ് ഇറങ്ങി. ഇനിയിപ്പോൾ എൽബാഫ് എന്ന് പറഞ്ഞാൽ എൽബാഫ്, ഗോഡ് വാലി ഇതെല്ലാം കൂടിയിട്ട് ഇനിയിപ്പോൾ ഗോഡ് വാലി എത്തണമെങ്കിൽ ഏകദേശം ഇനി 2-3 വർഷം പിടിക്കും. പക്ഷെ ഇത് മൊത്തം എനിക്കറിയാം. ഈ 3 വർഷം ഞാൻ ഈ അറിയണ കാര്യങ്ങൾ ഇങ്ങനെ ഇരുന്ന് കാണണം. പിന്നെ പറഞ്ഞില്ലേ, വൺ പീസാണ്. ആ സിനിമാറ്റിക് ഇതൊക്കെ വെച്ച് വരുമ്പോൾ അത് വേറെ ലെവലായിരിക്കും. പക്ഷേ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് മറ്റേ സ്പോയിലർ കിട്ടാതിരിക്കാം. പക്ഷേ എവിടെന്നെങ്കിലും വരും. എൽബാഫയ്ക്ക് മൊത്തം അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാവുന്നതായി. ഈ മോൻ്റെ ഫേസ് ഇറക്കി ഞാൻ കണ്ടു. സോ അതൊക്കെയാണ് കാര്യങ്ങൾ. സോ ഞാൻ ഒരു എനിമ കൂടി ഇടുന്ന രീതിയിലൊരു സെക്ഷൻ കൊണ്ടുവരണം എന്ന് തോന്നുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ദിസ് ഇസ് ജയ് സൈനിങ് ഓഫ്. ടാറ്റ.